അയാൾക്ക് ഒരു ദിവസം ദേഷ്യമുണ്ടായപ്പോൾ അദ്ദേഹം പോയി ശബരിമലയെ ദൈവം എന്ത് പറഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, അതുകൊണ്ട് കോടാലി കൊണ്ട് വെട്ടി എന്നുള്ള വേറൊരു കഥയും ഉപകഥയും അവിടെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കഥകൾ ഇറങ്ങിയിട്ടുണ്ട്. എന്ത് കഥ ഇറങ്ങിയാലും 1950 ശബരിമല വിഗ്രഹം അടിച്ചു പൊട്ടിക്കപ്പെട്ടു. അങ്ങനെയാണ് അവർ അന്നത്തെ അവിടുത്തെ അമ്പലവുമായി ബന്ധപ്പെട്ട ആളുകൾ തിരുവിതാംകൂർ രാജകുടുംബത്തിൽ വരികയും രാജാവിനെ കാണുകയും രാജ്ഞിയൊക്കെ കാണുകയും അങ്ങനെയാണ് പുതിയ അവിടുത്തെ തിരുവനന്തപുരത്തെ തിരുവിതാംകൂർ കവടിയാർ കൊട്ടാരത്തിനകത്തുള്ള തേവാരപ്പുരയിലിരുന്ന വെള്ളി വിഗ്രഹം, അയ്യപ്പൻ്റെ വെള്ളി വിഗ്രഹം അതുപോലെ എടുത്തു കൊടുക്കുകയും ആ വെള്ളി വിഗ്രഹം എടുത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ മോഡലിൽ പുതിയ അയ്യപ്പനെ സൃഷ്ടിക്കുകയും ചെയ്തത്. എന്നാൽ ഒരു 2000 വരെയൊക്കെ സ്വർണത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ലായിരുന്നു. ആളുകൾ സ്വർണം കൊണ്ടിടുകയൊക്കെ ചെയ്യും. പക്ഷെ 2000 കഴിഞ്ഞപ്പോഴാണ് കഥ മാറിയത്. സ്വർണം കൊണ്ടുള്ള അയ്യര് കളിയായി. അവിടെ സ്വർണം ധാരാളം വരാൻ തുടങ്ങി. ആ സ്വർണ്ണമെടുത്ത് പാളികൾ ഉണ്ടാക്കാൻ തുടങ്ങി, വാതിലുണ്ടാക്കാൻ തുടങ്ങി, കട്ടള ഉണ്ടാക്കാൻ തുടങ്ങി. അല്ലാത്ത സാധാരണങ്ങളിൽ അമ്പലങ്ങളിൽ ഈ ചെമ്പ് പൂശിയതിൻ്റെ മീതെ സ്വർണ്ണം ഒന്ന് പൂശും, അത് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് സ്വർണ്ണം പൂശും, അത് വളരെ കുറച്ച് സ്വർണ്ണം മതി. അല്ലാതെ കൃത്യമായി സ്വർണ്ണ പാളികൾ തന്നെ, സ്വർണ്ണ ദ്വാരപാലക വിഗ്രഹം തന്നെ, അങ്ങനെ കൽവിഗ്രഹത്തിന് വഴിമാറ്റം വന്ന് സ്വർണത്തിൻ്റെ ഒരു പുളിശ്ശേരി തന്നെ അവിടെ നടന്നു. സ്വർണം കൊണ്ട് പുളിശ്ശേരി തന്നെ ഉണ്ടായി. അങ്ങനെ നടന്നപ്പോഴാണ് അത് കാനനവാസൻ എന്നുള്ള കഥ മാറി, കല്ലിലെ വാസൻ എന്നുള്ള കഥ മാറി, പൊന്നമ്പലവാസനായി മാറുന്നത്. അപ്പോൾ വേറൊരു തരത്തിലേക്ക് ശബരിമലയെ മാറ്റിയെടുത്തു. അത് മാറ്റിയെടുത്തു എവിടെയാണോ പൊന്നു കൂടുന്നത്, എവിടെയാണോ പണം കൂടുന്നത്, എവിടെയാണോ അധികാരം കൂടുന്നത്, അവിടെ ആൾക്കൂട്ടവും കൂടും. ആൾക്കൂട്ടത്തിൽ കുറച്ച് പേർ കൊള്ളക്കാരും കാണും. ആ കൊള്ളക്കാർ തന്ത്രപരമായി നിന്ന് കൊള്ള ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യും. അതുതന്നെയാണ് ശബരിമലയിൽ നടന്നത്. തീർച്ചയായിട്ടും കാനനവാസനായിരുന്ന ശബരിമല അയ്യപ്പനെ ആധുനിക പൊന്നമ്പലവാസനാക്കി മാറ്റി, പൊന്നുകൊണ്ടുള്ള ആളുകളാക്കി മാറ്റിയ നമ്മൾ ആനകേറാമല എന്നൊക്കെയുള്ള കൺസെപ്റ്റിൽ നമ്മളവിടെ കാര്യങ്ങൾ കൊണ്ടുവന്നെങ്കിലും തീർച്ചയായിട്ടും നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള കൊള്ളയാണ് അവിടെ നടന്നിരിക്കുന്നത്.